താപനില ഉയർന്നു തന്നെ നിൽക്കുകയും നമ്മുടെ നഗര സ്വഭാവമുള്ള അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ വ്യക്തിപരമായി മനുഷ്യന് വലിയ അസ്വസ്ഥത, ഉറക്കത്തെ തന്നെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ, ശാരീരികമായി ഉള്ള പ്രതീക്ഷ പോലെ തന്നെ പ്രശ്നങ്ങൾ പോലെ തന്നെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളും ഉണ്ടായി ഒരു ഹീറ്റ് സ്ട്രെസ്സ് മനുഷ്യനാകെ വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നും ആരോഗ്യവകുപ്പ് പ്രത്യേകമായി പരിഗണിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷയനുസരിച്ച് വേനൽമഴ 2 ദിവസത്തിനുള്ളിൽ വന്നേക്കും. പക്ഷേ വേനൽമഴ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മൂടിക്കെട്ടലുകൾ ഉൾപ്പെടെ വരുന്നത് കൊണ്ട് വല്ലാത്ത സ്വഭാവത്തിലുള്ള ഹ്യൂമിഡിറ്റി വന്നു കയറുകയാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ചൂട് വർദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന നിലയിൽ പാമ്പ് കടി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സംബന്ധിച്ച് അതീവ ജാഗ്രത ഉണ്ടാക്കണം എന്ന് എല്ലാ വകുപ്പുകളോടും പൊതുജനങ്ങളോടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ അതീവ ജാഗ്രതയുടെ ഭാഗമായി ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിന് വെള്ളം നൽകിക്കൊണ്ടും ആവശ്യമായിട്ടുള്ള ശാരീരിക വിശ്രമം എടുത്തുകൊണ്ടും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗണിൻ്റെ മാനസികാവസ്ഥയോട് കൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. പ്രത്യേകിച്ച് ഹൃദ്രോഗം, പ്രമേഹം, ചർമ്മരോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിനകത്ത് പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൗണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. വീടിനും തൊഴിലിടത്തിനും അകത്തും പുറത്തുമുള്ളവർ ധാരാളമായിട്ട് വെള്ളം കുടിക്കുകയും വായുസഞ്ചാരം ഉറപ്പാക്കി ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് 108 ആംബുലൻസുകൾ പൂർണ്ണമായിട്ടും പാമ്പുകടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായാൽ ആൻറ്റിവനം ലഭ്യമാകുന്ന ആശുപത്രികളുടെ തന്നെ പേരുകൾ ലഭ്യമാക്കി അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാനുള്ള പ്രത്യേകമായിട്ടുള്ള സമയം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒഴിവാക്കാൻ കഴിയുന്ന ആവശ്യമുള്ളവരാണെങ്കിൽ തൽക്കാലം 2-3 ദിവസത്തേക്ക് കൂടി പുറത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒന്ന് ഒഴിവാക്കണം. ഒരു 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ക്രമീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ക്രമീകരിക്കണം. അഥവാ ഒരു രക്ഷയുമില്ല പുറത്തിറങ്ങണം എന്ന് തോന്നുന്നവർ പരമാവധി ശരീരത്തിൽ ഈ ചൂട് തട്ടാതിരിക്കാൻ, പ്രത്യേകിച്ച് ഡയറക്റ്റ് ഹീറ്റ് വരാതിരിക്കാൻ കൊടകൾ, നിർബന്ധമായും പാദരക്ഷകൾ, സൺഗ്ലാസ് പോലെയുള്ള കാര്യങ്ങൾ, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ എന്നിവ ധരിച്ചു പോകണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഇന്ന് ചേർന്ന എല്ലാ വകുപ്പുകളെയും മന്ത്രിമാരെയും പങ്കെടുത്തിട്ടുള്ള യോഗം ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ചില വകുപ്പുകളെ ഇക്കാര്യത്തിൽ പ്രത്യേകമായ ചുമതല നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കാര്യത്തിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലോക്കൽ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സഹായങ്ങൾ ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനത്തിന്റെ താപനില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്ന് പറയുകയായിരുന്നു മന്ത്രി കെ രാജൻ. ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ഒരു യോഗം ചേർന്നിരുന്നു. അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.